എല്ലാവർക്കും മറ്റു വീഡിയോയിലേക്ക് സ്വാഗതം. ഇനി ഞാൻ വന്നേക്കുന്ന അപ്പത്തിൻ്റെയും ചപ്പാത്തിയുടെയും ഒക്കെ കൂടെ നല്ലൊരു കോമ്പിനേഷൻ വെജിറ്റബിൾ സ്റ്റൂവിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്തോട്ട് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കുക. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 കറുവാപ്പട്ട, 2 ഏലയ്ക്ക, 2 ഗ്രാമ്പൂ എന്നിവ ചേർത്ത് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കിതിലേക്ക് പച്ചക്കറികളൊക്കെ തന്നെ ചേർത്ത് കൊടുക്കാം. ഇന്ന് ഞാൻ എടുത്തേക്കുന്നത് 2 വലിയ ക്യാരറ്റ്, 2 ഉരുളക്കിഴങ്ങ്, കുറച്ച് ബീൻസ് എന്നിവയാണ്. ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചക്കറികൾ ചേർക്കാമെന്നാണ്. ചിലതിനകത്ത് കോളിഫ്ലവർ, ഗ്രീൻ പീസും ഒക്കെ ചേർക്കും. ഞാൻ ഇത്ര എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയും 2 ടേബിൾ സ്പൂൺ ഇഞ്ചിയും ചെറുതായിട്ട് അരിഞ്ഞതും ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഒരു വലിയ സവാളയും നമുക്കൊന്ന് ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വന്നാൽ നമുക്കിതിലേക്ക് ഇനി വെജിറ്റബിൾസ് ഓരോന്ന് ചേർത്ത് കൊടുക്കാം. ഇത് ചേർത്തിട്ട് കുറച്ച് നേരം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയാൽ സ്റ്റൂവിനൊരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വീണ്ടും ഇളക്കാം. എന്നിട്ട് ഇതിലേക്ക് ഗരം മസാല, വീട്ടിൽ തന്നെ പൊടിച്ച ഗരം മസാലയും ചേർത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും ചേർത്ത് ഒന്ന് വേവിച്ചെടുക്കാം. ഞാനിവിടെ വെള്ളത്തിലാണിത് വേവിക്കുന്നത്. ഇതിന് പകരമായിട്ട് തേങ്ങാപ്പാലിൻ്റെ 2ാം പാലിൽ വേവിച്ചാലും മതി. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ച് നമുക്ക് കുക്കറിൻ്റെ അടപ്പൊന്ന് വെച്ചൊന്ന് മൂടി വെച്ച് 2 വിസിലൊന്ന് അടുപ്പിച്ചൊന്ന് വേവിച്ചെടുക്കാം. തീ ഒരു മീഡിയം തീയിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. അപ്പോൾ 2 വിസിൽ അടുപ്പിച്ച് ഇതിൻ്റെ ആവി മൊത്തം പോയ ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇപ്പോൾ ഇതെല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. പച്ചക്കറിയൊന്നും അധികം കുഴഞ്ഞു പോകാതെ ആവശ്യത്തിന് മാത്രം ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ നോക്കി വേണമെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്കിതിലേക്ക് കട്ടിക്കുള്ള തേങ്ങാപ്പാലും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഞാൻ 2ാം പാൽ ചേർക്കാത്തതുകൊണ്ട് തന്നെ നല്ല കട്ടിക്കുള്ളൊരു തേങ്ങാപ്പാലാണ്. ഇത് കൊടുത്തിട്ട് അധികം തിളപ്പിക്കാതെ ഒന്ന് ചെറുതായിട്ട് നമുക്കിത് ചൂടാക്കിയെടുക്കാം. ഇത് വെച്ച് അധികം തിളപ്പിക്കേണ്ട കാര്യമില്ല, ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാവും. അതുകൊണ്ട് തീ നന്നായിട്ട് കുറച്ച് തന്നെ വെക്കുക. ഇതുപോലെ ചൂടായി വന്നു. ഇതേ സമയം വേണമെങ്കിൽ കുറച്ചും കൂടെ കുരുമുളക് പൊടി ഇതിന് മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുക്കുന്നില്ലെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. 2ാം പാലും 3ാം പാലും ഒന്നും ചേർക്കാതെ തന്നെയുള്ള പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്റ്റൂ ആണ്. പക്ഷേ ടേസ്റ്റ് ഒട്ടും തന്നെ കുറവില്ല. അവസാനം വരെ നമുക്ക് കുറച്ചും കൂടെ കരിവേപ്പിലയും കൂടി ഒന്ന് ചേർത്ത് കൊടുത്താൽ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള വെജിറ്റബിൾ സ്റ്റൂടെ റെഡി ആയിട്ടുണ്ട്. അപ്പത്തിൻ്റെ കൂടെ, ഇടിയപ്പത്തിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും ഒക്കെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബാച്ചിലേഴ്സിനൊക്കെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു വെജിറ്റബിൾ സ്റ്റൂ ആണ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നമുക്ക് മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.